എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണത്ത് നമ്മളുടെ റോയൽ സ്കൈയുടെ ഓഫീസുണ്ട്. അപ്പോൾ ഓഫീസ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങളായിട്ട് വിശാഖപട്ടണത്താണ് ഉള്ളത്. അപ്പോൾ വിശാഖപട്ടണത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ കഴിക്കാറുള്ള ചില വിഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തവണ എൻ്റെ വീഡിയോ എടുക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഞാൻ വന്ന് കഴിക്കാറുള്ളൊരു സ്ഥലമാണ് ഈ ചിക്കൻ പക്വാട, അതുപോലെ തന്നെ ചെമ്മീൻ പക്വാട കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ റെയിൽവേ ന്യൂ കോളനിയുടെ, വിശാഖപട്ടണത്ത് വന്നവർക്ക് അറിയാം, റെയിൽവേ ന്യൂ കോളനിയുടെ ഒരു ഭാഗത്തായിട്ട് വഴിനീളെ ഇതുപോലത്തെ ഷോപ്പുകളാണ് ഉള്ളത്. നമുക്ക് സ്പോട്ടിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ലൈവ് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്ത് നമുക്ക് തരും. വളരെ അറ്റ്മോസ്ഫിയറൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്ര ഹൈജീനിക്കായിട്ട് നമുക്ക് പലപ്പോഴും തോന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഫ്രഷായിട്ട് ഫ്രൈ ചെയ്ത് തരുന്നതിൻ്റെ പേരിൽ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ 14-15 വർഷത്തുള്ള യാത്രയിൽ ഞാൻ ഇടയ്ക്കിട്ട് എന്നുമല്ല ഇവിടെ വരുമ്പോൾ ഓരോ വിസിറ്റിലും 1-2 പ്രാവശ്യം വന്ന് കഴിച്ചു പോകുന്ന ഈ വിഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അത്തരം കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും പ്രോൺസ് എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം ചിക്കനും പ്രോൺസും. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് ഇത് കോൺഫ്ലവർ ആണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് കടലപ്പൊടി, അതുപോലെ മല്ലിയിലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മസാല, മുളക് പൊടി, അങ്ങനെ സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ 100 ഗ്രാമിന് 60 രൂപയാണ് ചാർജ്. ഇതുപോലെ ത്രാസിൽ വെച്ചിട്ട് നമുക്ക് തൂക്കി തരും. ആ മീറ്റ് മാത്രം തൂക്കി അതിനോടൊപ്പം മസാലകൾ ആഡ് ചെയ്തിട്ട് ആണ് ഇവർ നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ പാഴ്സലും ഇവർ തരുന്നതായിരിക്കും ഇതിനകത്ത്. അപ്പോൾ ഇതാണ് സ്റ്റൈല്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ അധികം കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫ്രൈ കോർണറൊന്നും. അപ്പോൾ നമ്മളുടെയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് അത്യാവശ്യം ഇവിടെ 6-7 ഷോപ്പുകൾ ഇതുപോലത്തെ ഉണ്ട്. പക്ഷേ എല്ലാം അവിടെ നല്ല തിരക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ ഇത്തരം ഐഡിയകൾ ഉണ്ടെങ്കിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെ സജീവമായിട്ടുള്ള ഇത്തരം കച്ചവടങ്ങൾ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്തരം ആലോചനകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇതിപ്പോൾ വരുന്ന കസ്റ്റമർക്ക് ഇതുപോലെ ഒരു തൂക്കിയെടുക്കുന്നു, ചിക്കൻ തൂക്കിയെടുക്കുന്നു. അതിനുശേഷം ആ തൂക്കത്തിന് മാത്രം പ്ലസ് ഒരു ഏതാനും പീസും കൂടി എക്സ്ട്രാ ഇടും. പിന്നെ മുളക് പൊടിയും ഈ മസാലകളെല്ലാം തന്നെ ആഡ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ മീനും വിൽക്കുന്നുണ്ട്. മീൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ പക്കോട റെഡിയാണ്. നമ്മളിപ്പോൾ കാണുന്ന ചിക്കൻ പക്കോട നോർമല് തനി സ്ട്രീറ്റ് ഫുഡാണ് ആന്ധ്രാപ്രദേശിലെ. ഇപ്പോൾ ഞാൻ വിശാഖപട്ടണത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിശാഖപട്ടണത്തെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് വരുമ്പോൾ ഒഴിവുപോലൊക്കെ വന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണത്തിലൊന്നാണ്. പുറമേന്ന് കാഴ്ചയിൽ നമുക്ക് ഇത്തിരി വൃത്തിയും എടുപ്പൊന്നും നമുക്ക് തോന്നില്ലെങ്കിലും റിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഫ്രൈ ചെയ്ത് തരുന്നതിൻ്റെ പേരിൽ അങ്ങനത്തെ പ്രശ്നമില്ല. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതികളൊക്കെ നിങ്ങൾ നിലവിൽ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ചിക്കൻ പോലെ തന്നെ ഫിഷിൽ തന്നെ പ്രോൺസും, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. വളരെ രസകരമായിട്ടൊരു ഐറ്റമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കണ്ട. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് കപ്പലണ്ടി കടകളും മറ്റൊക്കെ റോഡ് സൈഡിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ തട്ടുകടകളൊക്കെ കാണാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണ് ഫ്രൈ കോർണർ. ഒന്നാമതിപ്പോൾ അന്തരീക്ഷം ഭയങ്കര ചൂടാണ്. പിന്നെ എൻ്റെ ശരീരപ്രകൃതി വെച്ചിട്ട് ആകെ വേർത്ത് വെള്ളമായിക്കൊണ്ടിരിക്കണം. പക്ഷേ ഫ്രൈ കോർണറിനോട് വരുമ്പോൾ ഇതിൻ്റെ ചൂടും എല്ലാം കൂടിയായിട്ട് എന്താ പറയുക, വേർത്ത് വെള്ളമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണത്. നമ്മുടെ റോഡ് സൈഡുകളിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഫ്രഷായിട്ട് ചിക്കനും ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരു രീതി. കുറച്ച് കൗണ്ടറുകളുടെ ഞാൻ ഈ വീഡിയോന് ശേഷം ഇവിടെ അടുത്തുള്ള കുറച്ച് കൗണ്ടറുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ന്യൂസ് പേപ്പറിൽ പഴയ ഇലയുണ്ടല്ലോ നാട്ടിൽ പണ്ട് ഇറച്ചിയൊക്കെ പൊതിഞ്ഞ് കൊടുക്കണൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നീടാണ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ വന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള അഭിപ്രായം കൂടി പറയാം. നല്ല ടേസ്റ്റാണ്. ക്രിസ്പി
സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇവിടെ വന്ന് കഴിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി നോക്കും. ഉണ്ടാക്കുന്ന രീതി കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മറ്റു കാഴ്ചകളും കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വേർത്തിട്ടൊരു രക്ഷയില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി കഴിച്ചുകൊണ്ട് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം.